നമസ്തേ. വഖഫ് സ്വത്തുക്കൾ ദുരുപയോഗം ചെയ്യുന്നതിന്റെ ഗുരുതരമായ അവസ്ഥ തുറന്നു കാട്ടുകയാണ് ഉദ്യോഗസ്ഥർ. ഉത്തർപ്രദേശിലെ സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം ജില്ലാ മജിസ്ട്രേറ്റുകൾ സംസ്ഥാനത്തുടനീളമുള്ള വഖഫ് സ്വത്തുക്കളെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ചു തുടങ്ങിയതിന് പിന്നാലെ പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. അതായത് വഖഫിന്റേതെന്ന് അവകാശപ്പെടുന്നതിൽ പല വസ്തുവകകളും സ്വകാര്യ ആവശ്യങ്ങൾക്കായാണ് പലരും ഉപയോഗിക്കുന്നത്. ഇതുവരെ ലഭിച്ച റിപ്പോർട്ടുകൾ പ്രകാരം 2528 വഖഫ് സ്വത്തുക്കളിൽ 761-ലധികം സ്വത്തുക്കൾ മതപരമോ വിദ്യാഭ്യാസപരമോ ആയ ആവശ്യങ്ങൾക്കോ ശ്മശാനങ്ങൾക്കോ ഉപയോഗിക്കേണ്ടതിന് പകരം വീടുകൾ, കടകൾ, മറ്റാവശ്യങ്ങൾ എന്നിവയ്ക്കായി ഉപയോഗിക്കുന്നുണ്ടെന്ന് കണ്ടെത്തി. കൂടാതെ പല ജില്ലകളിലും ക്രമക്കേടുകളും കണ്ടെത്തിയിട്ടുണ്ട്. ചന്ദൌലിയിൽ 15-ഉം മുസാഫർ നഗറിലെ 4-ഉം ബരാബങ്കി, ഹമീർപൂർ, ഝാൻസി, കാസ്ഗഞ്ച്, ലഖിംപൂർ ഖേരി, സിദ്ധാർത്ഥ് നഗർ എന്നിവിടങ്ങളിലെ ഓരോ വസ്തുവും വഖഫായി പ്രഖ്യാപിച്ച കേസുകൾ കോടതിയുടെ പരിഗണനയിലാണ്. അംബേദ്കർ നഗറിൽ 15 സ്വത്തുക്കളുടെ ഉപയോഗം ശരിയാണെങ്കിൽ 15 എണ്ണം ദുരുപയോഗം ചെയ്യുന്നതായി കണ്ടെത്തി. അമേഠയിൽ 6 എണ്ണം ശരിയായി ഉപയോഗിക്കുന്നു, എന്നാൽ 6 എണ്ണം ശരിയായ രീതിയിലല്ല പ്രവർത്തിപ്പിക്കുന്നത്. ഇറ്റാവയിൽ 11 എണ്ണം ശരിയായി ഉപയോഗിക്കുന്നു, എന്നാൽ 11 എണ്ണം തെറ്റാണ്. ഗൗതം ബുദ്ധ നഗറിൽ 1-ഉം ഹാമിർപൂരിൽ 4 എണ്ണവും ശരിയായി ഉപയോഗിക്കുന്നു, 1 തെറ്റാണ്. അമോഹയിൽ 5 എണ്ണം ശരിയാണെന്നും 1 തെറ്റാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ബാഗ്പത്തിൽ 44 എണ്ണം ശരിയാണെന്നും 4 എണ്ണം തെറ്റാണെന്നും കണ്ടെത്തി. ബരാബങ്കിയിലെ 21 പ്രോപ്പർട്ടികളിൽ 3 എണ്ണവും ഝാൻസിയിലെ 20 പ്രോപ്പർട്ടികളിൽ 1-ഉം മറ്റാവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നുവെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇതുകൂടാതെ മുസാഫർ നഗർ, സഹറൻപൂർ, ആഗ്ര, ബസ്തി, ഉന്നാവോ, ലഖിംപൂർ ഖേരി, പിലിഭിത്ത് എന്നിവിടങ്ങളിലും വഖഫ് സ്വത്തുക്കൾ ദുരുപയോഗം ചെയ്തതായി പരാതികൾ വേറെയും ലഭിച്ചിട്ടുണ്ട്. അതായത് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ദൈവത്തിന്റെ സ്വത്ത്, മതത്തിന്റെ സ്വത്ത് സംരക്ഷിക്കണമെന്ന് പറഞ്ഞ് ഈ മത തീവ്രവാദികൾ ബഹളം വയ്ക്കുകയും കലാപം നടത്തുകയും ചെയ്യുന്നതിന്റെ കാരണം ആ സ്വത്തിലെ പലരും സ്വന്തമാക്കി ഉപയോഗിച്ചു വരുന്നു എന്നതിനാൽ തന്നെയാണ്. ഇങ്ങനെയുള്ള റിപ്പോർട്ട് പുറത്തു വന്നില്ലായിരുന്നു എങ്കിൽ ആരും തന്നെ ഇതിന് പിന്നിലെ ഇത്തരമൊരു ചതി അറിയില്ലായിരുന്നു. നിലവിൽ സർക്കാർ ഈ വിഷയം ഗൗരവമായി എടുത്തിട്ടുണ്ടെന്നും വഖഫ് സ്വത്തുക്കളുടെ ശരിയായ ഉപയോഗം ഉറപ്പാക്കാൻ ജില്ലാ മജിസ്ട്രേറ്റുകൾക്ക് കർശനമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെന്നും സർക്കാരിനോടുള്ള അടുത്ത വൃത്തങ്ങൾ അറിയിച്ചു. വഖഫ് സ്വത്തുക്കളുടെ യഥാർത്ഥ ഉദ്ദേശം പുനഃസ്ഥാപിക്കുന്നതിനായി ഈ ക്രമക്കേടുകൾ ഇല്ലാതാക്കുന്നതിന് കൃത്യമായ നടപടികൾ സ്വീകരിച്ചു വരികയാണ് ഉത്തർപ്രദേശ് സർക്കാർ.